ഹായ്, ഇന്ന് നമുക്ക് വിഷുക്കട്ട ഉണ്ടാക്കാം. വിഷുവിന്റെ അന്ന് കാലത്ത് വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കിതിന് ഉണക്കലരിയാണ് വേണ്ടത്. 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. പായസമൊക്കെ വയ്ക്കുന്ന ചുവന്ന നിറത്തിലുള്ള ഈ അരിയാണ് കേട്ടോ. ഉണക്കലരി ഇല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് പച്ചരി എടുത്താൽ മതി. അപ്പോൾ അരി നല്ലപോലെ കഴുകിയെടുക്കണം. എന്നിട്ട് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. കുതിർക്കുമ്പോൾ അരി വേഗം വേവും, അതുപോലെ ഉള്ളും നല്ല സോഫ്റ്റ് ഉണ്ടാവും. തേങ്ങാപ്പാലിലാണ് നമ്മളിത് വേവിക്കുന്നത്. അപ്പോൾ അരി കുതിർക്കാതെ എടുത്താൽ വേവിക്കാനായിട്ട് തേങ്ങാപ്പാലും കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ഈ സ്റ്റെപ്പ് ഒഴിവാക്കരുത് കേട്ടോ. ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തതാണ്. അരിയൊക്കെ നല്ലപോലെ തന്നെ കുതിർന്നിട്ടുണ്ട്. ഒരു വലിയ നാളികേരം ചിരകിയിട്ടാണ് തേങ്ങാപ്പാൽ എടുക്കുന്നത്. മീഡിയം ആണെങ്കിൽ 1.5 നാളികേരം എടുക്കാം. 1 കപ്പ് 1-ാം പാലും പിന്നെ 3.5 കപ്പ് 2-ാം പാലും ആയിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അരി ആദ്യം 2-ാം പാലിലാണ് വേവിക്കേണ്ടത്. അപ്പോൾ അടികട്ടിയുള്ള പാത്രമോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുക്കാം. എന്നിട്ട് ഈ 2-ാം പാൽ ചേർത്ത് ചൂടാക്കിയിട്ട് തേങ്ങാപ്പാലൊന്ന് തിളച്ച് വരട്ടെ. പിരിഞ്ഞു പോവാതിരിക്കാനായിട്ട് തിളയ്ക്കുന്ന സമയം വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. തിളച്ച ശേഷം നമുക്കിതിലേക്ക് അരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ചോറിന്റെ ഒരു 90% വേവ് ഈ 2-ാം പാലിൽ തന്നെ ആവണം. അപ്പൊ അരിയുടെ വേവ് അനുസരിച്ചിട്ട് ഈ എടുത്ത വെള്ളത്തിന്റെ അളവിന് കുറച്ച് മാറ്റമൊക്കെ വരും കേട്ടോ. നമുക്കിത് മൂടി വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം. പാലൊക്കെ വറ്റി ഈ ചോറ് വെന്ത് വരട്ടെ. ഇപ്പോൾ ചോറൊരു 1/4 വേവായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്കുള്ള ഉപ്പ് ചേർത്തിട്ടില്ല. ചോറ് വെന്ത ശേഷം ഉപ്പ് ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇത് മൂടി വെച്ച് കൊടുക്കാം. പാല് കുറച്ചുകൂടെ ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ വറ്റി ചോറ് വെന്തിട്ടുണ്ട്. നല്ല വേവായി പോരുത്. അതിനു മുമ്പ് തന്നെ 1-ാം പാല് ചേർത്ത് കൊടുക്കണം. 1 കപ്പ് 1-ാം പാലാണ് ചേർത്തത്. 1/2 ടീസ്പൂൺ ജീരകം ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വയ്ക്കേണ്ട, തുറന്നു വെച്ചിട്ട് തന്നെ വേവിക്കാം. ഉണക്കലരി ചോറ് തേങ്ങാപ്പാലിൽ ഒന്ന് വരട്ടി എടുക്കുന്ന പോലെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം നല്ല വേവായിട്ട് പിന്നെ 1-ാം പാല് ചേർത്താൽ ലാസ്റ്റ് ആവുമ്പോഴേക്ക് ചോറ് അടിഞ്ഞ് പേസ്റ്റ് പോലെ ആവും. അങ്ങനെ ആക്കരുത്, അത് ശ്രദ്ധിച്ചാൽ മതി. പാലൊക്കെ വറ്റിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ മിക്സ് ചെയ്യണം. പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന ഒരു രീതിയിലേക്ക് ആവണം. ഇതിന്റെ സൈഡിലൊക്കെ എണ്ണ തെളിയാൻ തുടങ്ങും. ഈ ഒരു രീതിയിലായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് വേഗം തന്നെ ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ വാഴയിലയിലോ ഈ വിഷുക്കട്ട നിരത്തി വയ്ക്കാം. സ്പൂൺ കൊണ്ട് ഒന്ന് അമർത്തി തന്നെ നിരത്തി വയ്ക്കണം. എന്നിട്ട് ഇത് തണുത്ത് വരുന്നത് വരെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. വിഷുക്കട്ടയുടെ കൂടെ ഒന്നുകിൽ മാങ്ങാക്കറി ചേർത്തിട്ടോ അല്ലെങ്കിൽ ശർക്കരപ്പാനി ചേർത്തിട്ടോ ആണ് കഴിക്കുക. അപ്പോൾ വിഷുക്കട്ട തണുക്കുമ്പോഴേക്കും നമുക്ക് ശർക്കരപ്പാനിയും തേങ്ങ വിളയിച്ചതും ഉണ്ടാക്കാം. തേങ്ങ വിളയിക്കാനായിട്ട് 1/4 കപ്പ് ശർക്കരപ്പാനി ചൂടാകുമ്പോൾ 3/4 കപ്പ് തേങ്ങ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ മിക്സ് ചെയ്തിട്ട് അധികം ഡ്രൈ ആയി പോരുത്. ലാസ്റ്റ് 1 നുള്ള ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഫ്ലേവർ അല്ലാതെ നിർബന്ധമില്ല, കയ്യിലുള്ളത് ചേർത്താൽ മതി. പിന്നെ ഒരല്പം നെയ്യും ചേർത്തിട്ട് മിക്സ് ചെയ്താൽ തേങ്ങ വിളയിച്ചത് റെഡിയായി. ശർക്കരപ്പാനി ഉണ്ടാക്കുന്നത് പിന്നെ അറിയാലോ. ഞാനിപ്പോൾ 100 ഗ്രാം ശർക്കരയിൽ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഉരുക്കിയെടുത്തതാണ്. എന്നിട്ട് ഇതും അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അപ്പോൾ വിഷുക്കട്ടയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. തേങ്ങയും ശർക്കരപ്പാനിയും ഒക്കെ ചേർത്തിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സാധാരണയായിട്ട് വിഷു ദിവസം മാത്രമേ വീടുകളിൽ ഇത് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.